മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡിന്റെ വീതി അളന്നു തുടങ്ങി. ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ. പത്തനംതിട്ട കൈപ്പെട്ടൂർ ഏഴുകുളം റോഡിൽ കൊടുമണ്ണിലാണ് വിവാദമായ ഈ ഓട നിർമ്മാണം. സ്വിക്കി അഭിലാൽ ഉണ്ട് നമുക്കൊപ്പം. അവിടെ നിന്ന് അഭിലാൽ, പറയൂ വിവരങ്ങൾ. വിവാദമായ ഓട നിർമ്മാണത്തിൻ്റെ സ്ഥലത്ത് മാത്രമല്ല, പ്രദേശത്തെ ഏറെക്കുറെ 1.5 കിലോമീറ്റർ ഭാഗത്തെ ഭൂമി അടക്കം അളന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷൻ പിന്നിട്ട് പാലത്തോട് ചേർന്ന സ്ഥലത്താണ് അളവ് തുടങ്ങിയിരിക്കുന്നത്. റോഡിൽ നിന്ന് ഏറെക്കുറെ 50 മീറ്റർ ഉള്ളിൽ ഉള്ള പ്രദേശമാണ്. ആ മേഖലയിൽ മുൻപ് ആക്ഷേപം ഉയർന്ന സ്ഥലങ്ങളിലടക്കം പരിശോധന എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ള സാധ്യത തീരെ കുറവാണ്. എല്ലാർ തഹസീൽദാർ മുംതാസിൻ്റെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിച്ചിരിക്കുന്നത്. വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജി ജോസഫ്, അതോടൊപ്പം തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നിവരാണ് സ്ഥലം അളന്ന് പരിശോധിക്കണമെന്നുള്ള അപേക്ഷയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജി ജോസഫിൻ്റെ കൈവശമുള്ള സ്ഥലത്ത് ഏതാനും പുറമ്പോക്ക് ഭൂമി കൂടി ഉണ്ട് എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അടക്കം പുറമ്പോക്ക് ഭൂമിയിൽ ഉള്ളതാണ് എന്നുള്ള ആക്ഷേപം ജോർജി ജോസഫും ആരോപിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഈ 2 പ്രദേശങ്ങൾ കൂടി കൂടാതെ ഏറെക്കുറെ 1.5 കിലോമീറ്റർ ദൂരത്തെ സ്ഥലം റോഡ് അടക്കം അളക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ശരി.